പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞതായ ഒരു പ്രധാനപ്പെട്ട വചനത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് കടന്നു വരാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞതൊരു സത്യമാണ്, യാതൊരു കാരണവശാലും അതിന് മാറ്റം വരികയില്ല. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എന്തെങ്കിലും അഴിവുകൾ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യം നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം ഈ ഭൂമിയിൽ വെച്ച് നമ്മെ തന്നെ അഴിച്ചവരായിരിക്കണം. മറ്റുള്ളവരെയും നാം കെട്ടുവാൻ പാടില്ല, ബന്ധിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ വെച്ച് മനുഷ്യൻ കെട്ടുന്ന കെട്ടുകളെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടതായിരിക്കും എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വർഗരാജ്യത്തിൻ്റെ ആ പരമാധികാരം എത്രത്തോളം നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതായ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ 1990 ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇറാഖ് രാജ്യം കുവൈറ്റിൻ്റെ മേൽ സ്വാധീനം അവർ കൈകടത്തി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നാനാ രാജ്യക്കാർ, ദേശക്കാർ, ഭാഷക്കാർ എല്ലാം ചിതറിയോടി എങ്ങനെയെങ്കിലും അവരുടെ ദേശത്തേക്ക് കടന്നെത്തണം, പോകണം എന്നവർ കരുതി. എല്ലാവരും കുഞ്ഞുകുട്ടികളുമായി കൈ കിട്ടിയ ആ അത്യാവശ്യ സാധനങ്ങളും തുണികളും ഒക്കെ എടുത്തും കൊണ്ട് കാൽനടയായിട്ട് മണലാരണ്യങ്ങളിൽ കൂടെ, ഇറാഖിൽ കൂടെയും ജോർദാനിൽ കൂടെയും ഈജിപ്തിൽ കൂടെയും എങ്ങനെയെങ്കിലുമൊക്കെ സ്വന്തം രാജ്യങ്ങളിലേക്ക് പോകുവാൻ അവർ വെമ്പൽ കൊണ്ടു. അതാത് രാജ്യങ്ങളുടെ എയ്റോപ്ലെയിൻ വന്ന് ഓരോ പൗരന്മാരെ കിട്ടിയ കുറേശ്ശെയായി അവിടെ നിന്ന് നാട് കടത്തി തുടങ്ങി. നമ്മുടെ ഇന്ത്യക്കാരെയും അവിടെ നിന്ന് നമ്മുടെ രാജ്യം അത് വളരെ പ്രയത്നം ചെയ്ത് കുവൈറ്റിൽ നിന്നും നമ്മുടെ നാട്ടുകാരെ എല്ലാവരെയും അവിടെ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രയത്നം ചെയ്തു. അന്നത്തെ കാലത്ത് ബോംബെയിൽ ഈ വരുന്നതായ മലയാളികളായിട്ടുള്ള സഹോദരങ്ങളെ ജാതിയോ മതമോ ഭാഷയോ ഒന്നും നോക്കാതെ തന്നെ, അവരേത് കൂട്ടരാണ്, ഏത് സഭയാണെന്നൊന്നും നോക്കാതെ തന്നെ അനേക സംഘടനകൾ എല്ലാ ജാതി മതസ്ഥങ്ങളിൽ നിന്നും, സമുദായങ്ങളിൽ നിന്നും, സഭകളിൽ നിന്നുമെല്ലാം ബോംബെ എയർപോർട്ടിൽ ധാരാളം സംഘങ്ങൾ അവിടെ ചെന്ന് ഇവരെ റിസീവ് ചെയ്തും കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കാവുന്നതായ സൗകര്യങ്ങളെല്ലാം കൊടുത്ത് കിട്ടിയ ബസ്സിനും പ്ലെയിനോ അല്ലെങ്കിൽ ഏത് ട്രെയിനും ഒക്കെ ബുക്ക് ചെയ്ത് ഓരോരുത്തരെ അവരുടെ നാടുകളിലേക്ക് അയച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബോംബെയിൽ ഒരു സഭയുടെ നേതൃത്വത്തിൽ കുറച്ച് സഹോദരങ്ങളെ അവർ എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ച് അവർ ആ ആരാധനാലയത്തിൻ്റെ മുൻപിൽ കെട്ടിയിരുന്നതായി ടെൻറ്റിൻ്റെ മുൻപിൽ അവർക്ക് ടെമ്പററി വാസസ്ഥലം ഒരുക്കി 1-2 ദിവസത്തിനകം അനേക ബസ്സുകൾ അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് കേരളത്തിലേക്കും ട്രെയിനിൽ ബുക്ക് ചെയ്ത് അങ്ങനെയുമൊക്കെ പല നാടുകളിലേക്കും ആൾക്കാർ അവരുടെ നാടുകളിലേക്ക് പോവുകയുണ്ടായി. ഒരു കുടുംബം അവിടെ വന്ന് ടെൻറ്റിൽ കൊടുത്തിരുന്നതായ ഒരു മുറിയിൽ നോക്കിയപ്പോൾ തൊട്ടടുത്ത മുറിയിൽ താമസിക്കാൻ വന്ന കുടുംബം ഇവരുമായിട്ട് കുവൈറ്റിൽ വെച്ച് വളരെയധികം ശത്രുതയിൽ കഴിഞ്ഞ ഒരു കുടുംബമാണ്. നോക്കൂ, 2 പേരും ക്രിസ്ത്യാനികളാണ്, ദൈവത്തെ ആരാധിക്കുന്നവരാണ്, പ്രസംഗിക്കുന്നവരാണ്, സുവിശേഷം അനുസരിക്കുന്നവരാണ്, ആത്മാവും പാട്ടും പ്രാർത്ഥനയും ഒക്കെ ഉള്ളവരാണ്. പക്ഷെങ്കിൽ സ്വമേധയാ അവരുടെ ജീവിതത്തിൽ കെട്ടുകൾ, കഷ്ടതയിലും ദുരിതത്തിലും കെട്ടുകൾ അഴിയുന്നില്ല. ആ ടെൻറ്റിലേക്ക് നോക്കിയപ്പോൾ അവരുടെ ശത്രുക്കൾ കുടുംബം അവിടെ കുഞ്ഞുങ്ങളുമായിട്ട് ഇരിക്കുന്നത് കണ്ടു. എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ആ വന്ന സഹോദരങ്ങൾ പൊടുന്നനവേ അവർക്ക് ടെൻറ്റും വേണ്ട, ഒന്നും വേണ്ട, അവർ നടന്ന് കേരളത്തിലെത്തിക്കോളാം, ഇവരുടെ കൂടെ പാർക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് അവർ പറയുകയുണ്ടായി. അത് ഓർഗനൈസ് ചെയ്ത അതിൻ്റെ ഭാരവാഹികൾക്ക് വളരെ അതിശയം തോന്നി. മനുഷ്യൻ എത്രമാത്രം അവരുടെ ഹൃദയത്തിൽ കെട്ടപ്പെട്ട അനുഭവം, ഏത് ദുരിതങ്ങളിലും ക്ഷമിക്കുവാൻ കഴിയാത്തത്, ഒന്നുചേരാൻ കഴിയാത്തതായ അഭിപ്രായ ഭിന്നതകൾ, മറക്കാൻ കഴിയാത്തതായ പോരായ്മകൾ, താഴ്ചകൾ മനുഷ്യ ജീവിതങ്ങളെ ധംസിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താണ് ഈ ഭൂമിയിൽ കെട്ടുന്ന കെട്ടുകളെന്ന് അതിൻ്റെ ആഴത്തെ
അപ്പോഴേ അവർക്ക് മനസ്സിലാകുകയുള്ളൂ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ചതായ ആ മൃതശരീരത്തിൽ ചൂടുള്ള രക്തം പായിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞ വാക്കുകൾ, ജീവൻ്റെ വചനം, ലാസറേ നീ പുറത്തു വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ ലാസർ കല്ലറയിൽ നിന്നും പുറത്തു വന്നു. പക്ഷെങ്കിൽ ആ ജീവൻ്റെ മാധുര്യത അനുഭവിക്കുവാൻ അവന് കഴിയാതെ, സഞ്ചരിക്കുവാൻ കഴിയാതെ അവൻ്റെ കയ്യിലും കാലിലുമെല്ലാം റുമാൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. കർത്താവ് ചുറ്റും നിന്നവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടഴിപ്പീൻ, അവന് ഭക്ഷണം കൊടുപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്കുകളുടെ ശക്തി കൊണ്ട് നാറ്റം വെച്ച 4 ദിവസം പഴക്കം ചെന്ന ഈ മൃതശരീരത്തെ പുറത്തു കൊണ്ടുവരുവാൻ വാക്കുകൾക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ കെട്ടുകൾ അഴിപ്പാൻ ശക്തിയില്ലേ? ആ കെട്ടുകളെ കർത്താവ് വാക്കുകൾ കൊണ്ട് ഭേദിക്കാമായിരുന്നല്ലോ. പക്ഷെങ്കിൽ ദൈവം അത് ചെയ്തില്ല. മനുഷ്യൻ കെട്ടിയ കെട്ടിനെ മനുഷ്യൻ തന്നെ അഴിച്ചെങ്കിൽ മാത്രമേ ജീവൻ്റെ പുതുക്കത്തിലും ജീവൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ പ്രകാശനം നമ്മുടെ ഭവനത്തിലും നമ്മുടെ ദേശത്തിലും നമ്മുടെ ശരീരത്തിലും വ്യാപിച്ച് അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ കെട്ടുകൾ മറ്റാരും കെട്ടുന്നതല്ല, ശത്രുക്കൾ കെട്ടുന്നതല്ല. ഒരു പിശാചും മനുഷ്യനെ ബന്ധിക്കുകയില്ല. ഒരു മനുഷ്യനും പിശാചുക്കളൊന്നും തന്നെ, ഒരു ദുരാത്മാവും മനുഷ്യനെ ബന്ധിച്ചു വയ്ക്കുകയില്ല. അവനെ ബന്ധിച്ചു വയ്ക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. നാം നമ്മെ തന്നെയാണ് കെട്ടിവയ്ക്കുന്നത്. എവിടെയാണ് കെട്ടിവയ്ക്കുന്നത്? നാം കെട്ടുന്നതായ കെട്ടുകൾ ഈ ഭൂമിയിൽ മാത്രമല്ല, അത് ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ അഴിച്ചില്ലെങ്കിൽ അത് സ്വർഗരാജ്യത്തിലും ആ കെട്ടുകൾ തുടർന്നുകൊണ്ടിരിക്കും. സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ആ കെട്ടുകൾ തുടർന്നുകൊണ്ടിരിക്കും. തിരിച്ചു വന്ന് ഭൂമിയിൽ വെച്ച് ആ കെട്ടുകൾ ഒന്നുകൂടെ അഴിപ്പാനുള്ളതായ സാവകാശം മനുഷ്യന് ലഭിക്കാതെ അവിടെ നാം കെട്ടപ്പെട്ടവരായി നാം മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും നമ്മുടെ ആത്മീക ജീവിതത്തിലും ഭൗമിക ജീവിതത്തിലുമൊക്കെ ഉള്ളതായ കെട്ടുകൾ അഴിക്കുവാൻ അതിന് പ്രാപ്തിയുണ്ടാകണം. ദൈവത്തിൻ്റെ വചനം നമ്മളിൽ പ്രവേശിക്കുമ്പോൾ കെട്ടുകൾ അഴിച്ച് സ്വതന്ത്രരാകുവാനുള്ളതായ ഒരു പ്രാപ്തിയും വരവും നമുക്ക് ആർജിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. അതാണ് നമ്മുടെ ഭവനത്തിൽ സമാധാനം കൊണ്ടുവരുന്നത്. ഇല്ലായെങ്കിൽ അനേകവിധമായ കെട്ടുകൾ ആ പാശങ്ങളാൽ ബന്ധിക്കപ്പെട്ടവരായി ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാധുര്യത അനുഭവിച്ചറിയുവാൻ, സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യത അനുഭവിച്ചറിയുവാൻ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ സമാധാനത്തിൻ്റെ മാധുര്യത അനുഭവിച്ചറിയുവാൻ, ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ മാധുര്യത അനുഭവിച്ചറിയുവാൻ സാധിക്കാതെ നടുക്കടലിൽ ഉഴലുന്നവനെ പോലെ കര കാണാതെ നാം തുഴഞ്ഞ് എന്ന് ഈ കര തീരും, എന്ന് ഈ കാട് തീരുമെന്നുള്ളതായ ഒരറിവില്ലാതെ അലയുന്ന മനുഷ്യരെ പോലെയായി പോകും. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതായ സന്തോഷത്തിൻ്റെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം, നമ്മുടെ കുഞ്ഞുങ്ങളിൽ കടന്നു വരണം, നമ്മുടെ ഭവനത്തിൽ കടന്നു വരണം. അങ്ങനെ കടന്നു വരണമെങ്കിൽ നമ്മുടെ ഉള്ളതായ ആ രക്തപ്പാച്ചിൽ കൊണ്ട് നമ്മളിൽ പ്രവഹിക്കുന്നതായ ജീവനെ കൊണ്ട് നാം എഴുന്നേറ്റ് നടക്കത്തക്കവണ്ണം നാം കെട്ടിയ കെട്ടുകൾ നാം തന്നെ അഴിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞതായ ആ വചനത്തിലേക്ക് വീണ്ടും നമുക്കൊന്ന് വരാം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ കെട്ടുവാനും അഴിപ്പാനും ദൈവം തന്നിരിക്കുന്നതായ സ്ഥലമാണ് ഭൂമി. ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നതായ പ്രതലമാണ് ഈ ഭൂമിയിലെ ജീവിതം. ഈ ഭൂമിയിലെ ജീവിതത്തിൽ വെച്ച് നിൻ്റെ ദീർഘായുസിനെ, നിൻ്റെ ആയുസ്സിനെ, നിൻ്റെ നിത്യായുസ്സിനെ കെട്ടപ്പെട്ടതായിട്ടും അഴിക്കപ്പെട്ടവനുമായിട്ടും നിനക്ക് തീർക്കുവാനുള്ളതായ ഒരു അവകാശം കർത്താവ് നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നിന്നെ ബോധിപ്പിക്കുമ്പോൾ അതിൻ്റെ തെറ്റുകൾ ഏതാണ് ശരി ഏതാണെന്നുള്ളതായ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ അഴിഞ്ഞു പോകാത്ത പല ബന്ധനങ്ങളും അഴിക്കുവാനുള്ളതായ ഒരാത്മചൈതന്യം നമ്മളിൽ പ്രവർത്തിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളിൽ പ്രവർത്തിക്കും. നാം കെട്ടഴിക്കപ്പെട്ടവരാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും സ്വതന്ത്രരാകും, നമ്മുടെ കുടുംബം സ്വതന്ത്രമാകും, നമ്മുടെ ദേശം സ്വതന്ത്രമാകും, നമ്മുടെ ദേശത്തൊരു പ്രകാശം വരും, ചലനങ്ങളുണ്ടാകും. അവിടെ മൃതശരീരങ്ങളല്ല, ചലനങ്ങളുണ്ടാകും. മരിച്ചവനെ പോലെയല്ല, എഴുന്നേറ്റ് നടക്കുന്നവനെ പോലെ, ഭക്ഷിക്കുന്നവനെ പോലെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം
ചലനാത്മകമായി നമ്മുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കപ്പെടുവാൻ, ഭവനത്തിൽ പ്രകാശിപ്പിക്കപ്പെടുവാൻ നാം ദൈവത്തിൻ്റെ കൃപകളാൽ നിറയപ്പെട്ടവരായി, ദൈവാനുഗ്രഹത്താൽ നിറയപ്പെട്ടവരായി തീരുന്നതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.